ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ റീഡിംഗ് എന്താ നോക്കാം. ഫസ്റ്റ് റീഡിങ്സ് കുറച്ച് ദിവസം കൂടെ ഉണ്ടാവില്ല. ഒരു 25th അടുത്ത് മൺഡേ ട്യൂസ്ഡേക്ക് ശേഷം ഞാൻ അനൗൺസ് ചെയ്യാം. ഓക്കെ, എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാക്റ്റ് ഞാൻ പറയാം. കുറച്ച് എന്തായാലും ഓണത്തിൻ്റെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. സോ ഫസ്റ്റ് റീഡിങ്സിന് ഞാൻ നമ്പർ മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന്, പിന്നീട് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് എന്താ വരുന്നത് നോക്കാം. നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താ നോക്കാം. ഐ ഹോപ്പ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓണമൊക്കെ എൻജോയ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു മെസ്സേജ് നമുക്ക് എടുക്കാം. ടെമ്പറൻസ്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് 6 of swords. ഓക്കെ, 4 of wands ഉണ്ട് ഇവിടെ. വെരി നൈസ്. ഓക്കെ, സോ ഇവിടെ ഒരു ഹോൾഡ് ബാക്ക് എനർജിയാണ് എനിക്ക് മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇന്നലെയും ചെറുതായിട്ട് ഞാൻ അങ്ങനെ ഒരു സൂചന, അത് ഏതിലാന്ന് ഓർമ്മയില്ല. ആക്ച്വലി നിങ്ങൾ പറ്റുന്നവർ കേട്ടോ, താല്പര്യമുള്ളവർ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കൂടി ഫോളോ ചെയ്തോളൂ. ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, എനിക്ക് ഫേസ്ബുക്കിലും ഉണ്ട്. കാരണം ഞാനതിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ഷോർട്സ് ഇടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ തന്നെയാണ് ബെറ്റർ കേട്ടോ. ഓക്കെ, ഫുൾ കാണുന്നതാണ് നല്ലത്. പക്ഷേ താല്പര്യം ഉണ്ടെങ്കിൽ അതുകൂടി കാണാം. അപ്പോൾ എന്തെങ്കിലും മെസ്സേജസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ഓക്കെ, റെസനേറ്റ് ആവാം. സോ അതുകൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ. ഹീലിംഗ് ലൈഫ് ടാരോ എന്നെ സെർച്ച് ചെയ്താൽ മതി. ഐ തിങ്ക് കിട്ടും മിക്കവാറും. ഓക്കെ, ഒന്ന് നോക്കിയാൽ മതി. കാരണം അതിലെനിക്ക് ഈ ഒരു മെസ്സേജ് വന്ന പോലെ ഒരു ഓർമ്മ, ഒരു ഹോൾഡ് ബാക്കിൻ്റെ ഒരു എനർജി. അതും ഇവിടെ പ്രത്യേകിച്ചും എനിക്കിതൊരു റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവാം. നിങ്ങൾ പരിചയമുള്ള ആരെങ്കിലും ആവാം, നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ആവാം, നിങ്ങളുടെ ഈവൻ ഫാമിലി മെമ്പർ ആരെങ്കിലും ആവാം, ആരും ആവാം. ഓക്കെ, സോ അങ്ങനെ ആരുടെയോ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ഹോൾഡ് ബാക്ക് എനർജി എനിക്കിവിടെ കാണുന്നുണ്ട്. അവർ പല കാര്യങ്ങളും അവർ തുറന്ന് എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിൽ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ഉദ്ദേശിച്ചത് റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല കേട്ടോ. ഓക്കെ, കാരണം ഇവിടെ കാണുന്നവരുടെ എനർജിയാണ് ഇത് കൂടുതലും പിക്ക് ചെയ്യുക. സോ അതുകൊണ്ടായിരിക്കാം. സോ ഇവിടെ ഓക്കെ, അല്ലെങ്കിൽ കരിയറിൻ്റെ വയസ്സ് ഞാൻ പറയാം. കരിയർ അല്ല, ഇത് ഫൈനാൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാനുണ്ടാവാം. സംതിങ് നിങ്ങൾക്ക് വരാൻ ഒരു ഓഫറിൻ്റെ രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഇവിടെ ഓഫറിൻ്റെ എനർജി ഉണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ജോലിയുടെ ഓഫർ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫൈനാൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ളതുണ്ടാവാം, നിങ്ങൾക്ക് ആരെങ്കിലും തരാനുണ്ടാവാം. ബട്ട് അതിലൊരു ഹോൾഡ് ബാക്ക് എനർജി എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാതിരുന്ന ഒരു കാര്യം ആരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടാവാം. ഓക്കെ, ജനറലായിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഫൈനാൻസ്, എന്തെങ്കിലും പൈസ തിരിച്ചു തരാനുണ്ടാവാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും തരാം എന്ന് പറഞ്ഞിട്ട് മേ ബി നിങ്ങൾ ഓഫീസിലോ എവിടെ ലോണിനോ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ഒരു ഡിലേ. സോ ഞാനിവിടെ പല സിറ്റുവേഷൻ പറയാൻ ശ്രമിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്തോ കിട്ടാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ളത് ആരോ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹോൾഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഡിലേ എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ഞാൻ ജനറലായിട്ട് പറയാം. നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോസ് പേപ്പർ വർക്ക് മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു തീരുമാനം വന്നില്ല എന്ന രീതിക്കായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പണം തരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സഹായിക്കാം എന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിലേറ്റീവ്സ് ആയാലും ശരി. ഓക്കെ, ആരെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ഒരു ചെറിയൊരു ഹോൾഡ് ബാക്ക്. അതായത് അവർ ഒരു എന്തുകൊണ്ടോ ഫോർ വാട്ട് എവർ റീസൺ അവരതിനെ ഒരു അല്പം ഡിലേ ആക്കുന്നുണ്ട് എന്ന രീതിക്കാണെങ്കിൽ കാണുന്നത്. ഇപ്പോൾ ഒഫീഷ്യൽ പ്രോസസ്സ് ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഡിലേ ആയിരിക്കാം. ബട്ട് ഇവിടെ ഒരു ഫ്രണ്ട് എന്ന ഓക്കെ, ഡബിൾ എനർജി ഉണ്ട് ഇവിടെ. 2 of cups ആൻഡ് ഡബിൾ. ഓക്കെ, സോ ചെറുതായിട്ടൊരു ആരെങ്കിലും ചിലപ്പോൾ തരാം എന്ന് പറഞ്ഞ് വേണം വെച്ച് തരാതിരിക്കുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു എനർജി എനിക്ക് വരുന്നുണ്ട്. ബട്ട് എന്ത് തന്നെയായാലും ഓക്കെ, സോ അത് നമ്മുടെ എന്താ പറയുക ബാക്ക് സ്റ്റോറി. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ഒരു പീസ് സമാധാനം വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്കൊരു ഇപ്പം നിങ്ങളോട് ക്ഷമ വെച്ചിരിക്കാൻ പറയുന്നുണ്ട് ലേശം. ഓക്കെ, ക്ഷമയോടെ ഇരിക്കൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ എന്ത് തന്നെ ഡിലേ ഉണ്ടെങ്കിലും അത് വരും എന്നാണ്. അഗൈൻ ഇതിവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ, ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിരിക്കാം. അവരുടെ ഭാഗത്ത് നിന്ന് അവരെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് ചിലപ്പോൾ ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിരിക്കാം. എന്ത് തന്നെയായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്കത് വരും, വരാനുള്ളത് വരും. ഇവിടെ ഒരു ചെറിയ തടസ്സം ഉണ്ട് എന്ന് മാത്രം. യെസ്, ഒരു ചെറിയ തടസ്സം ഉണ്ട് എന്ന് മാത്രം. ബട്ട് അതിൽ നിങ്ങൾക്ക് അതിൻ്റെ മുന്നോട്ട് കാര്യങ്ങൾ നടക്കും. ഓക്കെ, അതൊരു ഡിലേ ആണ്, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ചെറിയൊരു തടസ്സമുണ്ട്. അതെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ ലോണോ വല്ലതൊക്കെ ആണെങ്കിൽ മേ ബി പേപ്പർ വർക്ക് ശരിയാവാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയില്ല ഒരു ഡിസിഷൻ വരാനുള്ള ഒരു ഡിലേ എന്ന രീതിക്ക് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും മേ ബി ഫൈനാൻസ് ആവണമെന്നില്ല. ഓക്കെ, അഗൈൻ പല സിറ്റുവേഷൻസ് ആയതുകൊണ്ട് ഞാനിവിടെ എല്ലാം കൂടി കൺഫ്യൂസ് ആയി പോവാണ്, സോറി. സോ ഓക്കെ, പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും തരാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കാം. ദാറ്റ് അവർക്ക് ഇപ്പോൾ തരാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
ആൻഡ് ഓക്കെ അഗൈൻ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സഹായം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ടത്, അതായത് ഒരു മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയുന്ന കാര്യമായിരിക്കാം. സോ അതിലൊക്കെ ഒരു ഹോൾഡ് ബാക്ക് എനർജി എല്ലാം ഒന്നിങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ. പക്ഷേ അത് വരും. ഓക്കെ, അതൊരു താൽക്കാലികമായ ഡിലേ ആണ്. അതിനുശേഷം കാര്യങ്ങൾ ശരിയാവും എന്ന മുന്നോട്ട് എന്ന രീതിക്കാണ് നിങ്ങൾക്കിവിടെ സമാധാനം, പീസ് വരുന്നു എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. 4 of Wands ഉണ്ട്. സോ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും എന്ത് തന്നെയായാലും. ഇപ്പോൾ ഒരു മെസ്സേജ് ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബെറ്റർമെൻറ്റ് കാണും. ഓക്കെ, മേ ബി അതൊരു ഓഫർ ഓഫ് കമ്മിറ്റ്മെൻറ്റ് ആയിരിക്കും. അങ്ങനെ മാരേജ് കാർഡ് ഉണ്ട് ഇവിടെ. സോ കുറച്ച് പേർക്ക് മേ ബി 2 of Cups ഉണ്ട്. സോ സോൾമേറ്റ് കണക്ഷൻ, മാരേജ് എന്ന രീതിക്ക് എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. നിങ്ങൾക്കൊരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ഓഫർ ആയിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ്, അതായത് എനിക്ക് മുന്നോട്ട് നിങ്ങളോട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ സ്നേഹമുണ്ട് എന്ന് പറയുന്ന രീതിക്കായിരിക്കാം. സോ അങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇതൊരു ചെറിയ ഡിലേ മാത്രമാണ്. ഓക്കെ, മുന്നോട്ട് നിങ്ങൾക്ക് സമാധാനം ഫീൽ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ടെൻഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേടി കിടക്കുന്ന പോലെയുണ്ട് എനിക്ക്, ദറ്റ് ഇത് ശരിയാവൂ. മേ ബി നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വല്ലതൊക്കെ വന്ന് കാണാം, ചിലപ്പോൾ എൻഡിങ് വന്ന് കാണാം. സോ അതുകൊണ്ട് സൈലൻസ് ഒക്കെ കാണുന്നുണ്ട്. സോ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ആയിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യതയുണ്ട്. റിയൂണിയൻ വരാനുള്ള സാധ്യതയുണ്ട്. അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ മേ ബി നിങ്ങൾ ഒഫീഷ്യൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും അത് ഒരു തൽക്കാലത്തേക്ക് ഒരു ഡിലേ ആയിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, കാര്യങ്ങൾ മുന്നോട്ട് നടക്കും. ഇപ്പോൾ നിങ്ങൾ ഫൈനാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്തെങ്കിലും പോകാൻ വേണ്ടിയിട്ട്, യാത്ര മീൻസ് എന്തെങ്കിലും അബ്രോഡ് പോകാനുള്ള കാര്യങ്ങളായിരിക്കാം. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും ഒക്കെ നിങ്ങൾക്കൊരു സൊല്യൂഷൻ വരും. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ വേണ്ടത് നിങ്ങൾക്ക് എന്താണോ, പേപ്പർ വർക്ക് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓഫർ ആണെങ്കിൽ അങ്ങനെ, ജോലിയുടെ ഓഫർ ആണെങ്കിൽ എന്ത് തന്നെയായാലും അത് വരും. ഓക്കെ, പക്ഷെ അതൊരു തൽക്കാലത്തേക്ക് ഒരു ചെറിയ ഡിലേ എനിക്ക് കാണുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് അത് നിങ്ങൾക്ക് മേ ബി ഒരു പേഴ്സൺ ത്രൂ ആയിരിക്കാം വരുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു പേഴ്സണൽ എനർജി എനിക്ക് ഒരുപാട് പിക്ക് ചെയ്യുന്നത്. സോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതായിരിക്കാം, ആരെങ്കിലും എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം. ബട്ട് ഐ തിങ്ക് അത് എന്ത് തന്നെ നമ്മൾ സിറ്റുവേഷൻ നെഗറ്റീവ് അവിടെ ഉണ്ടെങ്കിലും അത് ഓവർകം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ടൊരു നല്ല പോസിറ്റീവായിട്ടൊരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ മെയിൻ എനർജി എനിക്ക് വരുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു മേ ബി ഫൈനാൻസ് കിട്ടുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓഫർ കിട്ടുമ്പോഴായിരിക്കാം, റിലേഷൻഷിപ്പ് ബെറ്റർ ആവും, റിലേഷൻഷിപ്പ് ഓഫർ ആയിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ മെസ്സേജ് ആയിരിക്കാം. അത് വരുമ്പോൾ നിങ്ങൾക്കൊന്ന് സമാധാനം ഫീൽ ചെയ്യുന്നതായിട്ടും നിങ്ങൾക്കൊരു ലൈഫ് തന്നെ സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ മുന്നോട്ടൊരു ഗ്രോത്ത് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എങ്ങാനും എന്തെങ്കിലുമൊക്കെ ഡിലേസ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഒരുപാട് കാർഡ്സ് നെഗറ്റീവ് വന്നിട്ടുണ്ട്. സോ ബാക്കിൽ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ കോൺഫ്ലിക്റ്റ് വന്നായിരിക്കാം, പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നായിരിക്കാം. അഗൈൻ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒഫീഷ്യൽ കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെയും ഓക്കെ, അവിടെ മേ ബി നിങ്ങളുടെ പേപ്പർ വർക്കിന് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ, ഡിലേസ് അങ്ങനെ പലതും വന്നിട്ടുണ്ട്. ബട്ട് എനിവേ ഓവറോൾ നമുക്ക് വരുന്ന മെയിൻ ഇവിടെ വെച്ചേക്കാം. ഓക്കെ, നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് മൂവ്മെൻറ്റ് മുന്നോട്ട് വരുന്നു എന്നാണ് കേട്ടോ. ഓക്കെ, ടെൻഷൻ വേണ്ട. സോ വട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ എന്ത് കാര്യമാണോ സ്റ്റക്കായിരിക്കുന്നത്, എന്താണോ ഡിലേ ആയിരിക്കുന്നത്, അത് മുന്നോട്ട് നടക്കും. Okay, let's see. Base chakra again. Okay. ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് മാറ്റിയേക്കാം. I want to change. ബേസ് ചക്ര, എർത്ത് ഏഞ്ചൽ, രണ്ടും എർത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ആർക്കേഞ്ചൽ റഫായൽ. ഓക്കെ, ഹാർട്ട് ചക്ര, വെരി നൈസ്. ഓക്കെ, വൺ മോർ, കട്ട് യുവർ കോർഡ്സ്. ഓക്കെ, വാക്യൂം അവേ ഫിയർ. ഞാനത് നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പേടികളുണ്ട്. ദറ്റ് അത് നടക്കില്ല, ആ കാര്യം നടക്കില്ല, അല്ലെങ്കിൽ സിറ്റുവേഷൻ ബെറ്റർ ആവില്ല എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലായി ഒരുപാടുണ്ട്. സോ നിങ്ങളോട് പറയുന്ന ആ ഫിയേഴ്സ് മാറ്റാനാണ് പറയുന്നത്. ഓക്കെ, പേടികൾ മാറ്റിവിടുക, സെൽഫ് ഡൗട്ട് മാറ്റിവിടുക. നിങ്ങളുടെ ഉള്ളിൽ അതായത് എനിക്ക് കിട്ടില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോഴും ഇങ്ങനെയാണ് അനുഭവം, നെഗറ്റീവ് ചിന്തകൾ മാറ്റി വെച്ചേക്കാം. ഓക്കെ, സോ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെയായാലും ബെറ്റർ ആവും. ആ പേടികൾ മാറ്റൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ബേസ് ചക്രയും എർത്ത് ഏഞ്ചലും ഒക്കെ പറയുന്ന ഒരേ കാര്യങ്ങളാണ്. ഇത് രണ്ടും പറയുന്നത് നമ്മുടെ ഫൈനാൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ്. ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി, വീട്, ഫാമിലി, നമ്മുടെ പണം, കാറ്, വീട് എല്ലാം പറയാം. ഓക്കെ, ഒരു ഫാമിലി, മാരേജ് എല്ലാം പെടും. അങ്ങനത്തെ നമ്മുടെ ബേസ് ചക്ര, റൂട്ട് ചക്രയുടെ കാര്യങ്ങളാണ്. എർത്ത് ഏഞ്ചലും പറയുന്ന എർത്തും അതേ കാര്യമാണ്. അതായത് നമ്മളുടെ ഒരു ഗ്രൗണ്ടിങ് എന്ന രീതിക്ക് എടുക്കും. ഓക്കെ, നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റെബിലിറ്റി എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. സോ അത് രണ്ടും പറയുന്നത് ഇവിടെ ചൂസ് ഓൺലി പോസിറ്റീവ് തോട്ട്സ് ടു ഡിസ്ക്രൈബ് യുവർ ഹോം, കരിയർ, ഫൈനാൻസസ് ആസ് യുവർ വേർഡ്സ് ഡിറ്റർമിൻ യുവർ ഔട്ട്കം. ഓക്കെ, ഇവിടെ പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പേടി
പേടിയോടെ നിങ്ങൾ ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അതായത് എനിക്ക് മുമ്പും പ്രശ്നം വന്നാണ് ഇത്തവണ നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എനർജിയാണ് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, നിങ്ങൾ നെഗറ്റീവ് എനർജിയാണ് പുറത്ത് പോകുന്നത്. സോ നിങ്ങൾ പറയാം ഓക്കെ മുമ്പ് ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഓക്കെ മേ ബി ചിലപ്പോൾ ഒരു പോസിറ്റീവായിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ സ്വയം പറയാം. ഓക്കെ, അങ്ങനെയെങ്കിലും പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ എർത്ത് ഏഞ്ചൽ, യു ആർ എ ലൈറ്റ് വർക്കർ ഹു ഹാസ് കം ടു എർത്ത് ടു ടീച്ച് അബൌട്ട് ലവ്. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഹീലിംഗ് വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ എന്നെ പോലെ ടാരോ റീഡേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഹീലിംഗ് വർക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. യെസ്, ഇവിടെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒരു പർപ്പസ് ആയിട്ട്, നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആയിട്ടും നിങ്ങൾക്ക് ഈവൻ അതുകൊണ്ട് ഗ്രോത്തും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. സോ ബട്ട് യെസ്, ഇവിടെ എന്തായാലും നിങ്ങളുടെ റൂട്ട് ചക്രയുടെ കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ മറ്റുള്ളവർ നോർമൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചക്ര ബാലൻസിങ് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക. റൂട്ട് ചക്രയുടെ പ്രത്യേകിച്ചും ചെയ്യാൻ ശ്രമിക്കുക, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ആർക്കേഞ്ചൽ റഫേൽ ഹീലിംഗ് ഏഞ്ചൽ ഇസ് വിത്ത് യു സപ്പോർട്ടിങ് യുവർ ഹീലിംഗ്. ഓക്കെ, 2 തരത്തിലെ ഹീലിംഗ് കാർഡ്സ് വരുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ അങ്ങനെ ഹീലിംഗ് വർക്ക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വർക്കിൽ, തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ട്. നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ സംശയിക്കാതിരിക്കുക. ആൻഡ് അത് മാത്രമല്ല, ഞാനൊരു കാര്യം പറയാം, എല്ലാം ഹീൽഡ് ആയ ശേഷമേ നമ്മൾ വേറെ ഹീലിംഗ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കേണ്ട. ഓക്കെ, ഇത് ആർക്കാ കേൾക്കാനുള്ളതെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് എ പ്രോസസ്സ്. ഓക്കെ, നമ്മൾ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്, നെവർ എൻഡിങ് പ്രോസസ്സ് എന്നേ ഞാൻ വിളിക്കുള്ളൂ. ഓക്കെ, നമ്മൾ മരിക്കുന്നവരെയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാനാണ് പോകുന്നത്. ഓക്കെ, ആരും ഫുള്ളി ഹീൽഡ് ആവുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് വെച്ച് പറയാണ്, എനിക്ക് തോന്നുന്നു നമ്മൾ മരണം വരെയും ലാസ്റ്റ് മിനിറ്റ് വരെയും ചിലപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഏതെങ്കിലും സമയത്ത് നമുക്ക് കിട്ടുമോ എന്തോ സമാധാനം, എനിക്കറിയില്ല. ഓക്കെ, ബട്ട് യെസ്, നമ്മൾ ലൈഫ് ലോങ് നമ്മൾ ലെസൺസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആവും എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ആരും എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, നമ്മളെല്ലാം പെർഫെക്റ്റ് ആവും എന്ന് ആരും വിചാരിക്കുന്നത്. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പം ഞാനായാലും ശരി, നിങ്ങളായാലും ശരി, ഓക്കെ എല്ലാവരും നമ്മളൊക്കെ അങ്ങനെ ഗോ ത്രൂ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇത് നമ്മുടെ ഒരു പ്രോസസ്സാണ്. നമ്മൾ അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ പോകുമ്പോഴാണ് നമ്മൾ പലതും അതിൽ മനസ്സിലാക്കും, പഠിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് മറ്റുള്ളവരെ നമ്മൾ ഹീൽ ചെയ്യുന്നതിൻ്റെ ത്രൂ ശരിക്കും നമ്മൾ കൂടി ഹീലാവും. അങ്ങനെ ഒരു എനർജി ഉണ്ട്. സോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് കൂടി അത് ഹെൽപ്ഫുള്ളും ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ അതൊരു പർപ്പസാണ്. ഓക്കെ, സോ ഹാർട്ട് ചക്ര കാണുന്നുണ്ട്. ദ ആൻസർ ദാറ്റ് യു സീക്ക് ഇസ് ഇൻ യുവർ ഹാർട്ട് റൈറ്റ് നൗ, ബി ഓപ്പൺ ടു ഗിവ് ആൻഡ് റിസീവിങ് ലവ് എന്ന് പറയുന്നുണ്ട്. ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഹാർട്ട് ചക്രമൊക്കെ ബ്ലോക്കായി പോയിട്ടുണ്ടാവും. സോ നമ്മൾ ചിലപ്പോൾ വേദനകളും വിഷമങ്ങളും ഒക്കെ ഒരുപാട് തട്ടുമ്പോൾ മനസ്സ് നമ്മുടെ മരവിച്ചു പോകാമെന്നൊക്കെ പറയില്ലേ. സോ ആ രീതിക്ക് നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് ഹാർട്ട് ചക്ര നിങ്ങൾ ബ്ലോക്കായി പോയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അഗെയിൻ ചക്ര ബാലൻസിങ് പറ്റുന്നവരൊക്കെ ചെയ്യൂ. ഓക്കെ, കട്ട് യുവർ കോർഡ്സ് എന്ന് പറയുന്നുണ്ട്. ഞാൻ വായിക്കുന്നില്ല. സോ ഇതെന്താണെന്ന് വെച്ചാൽ ഓക്കെ, അല്ലെങ്കിൽ വായിക്കാം. ആസ്ക് ആർക്കേഞ്ചൽ മൈക്കൽ to clear any old attachments to fear that stem from past relationships, freeing you from destructive patterns. Okay, again fear വന്നിട്ടുണ്ട്. ഇവിടെ 3 കാർഡ് നമുക്ക് ഫിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ഫിയേഴ്സ് എടുത്ത് മാറ്റേണ്ടതുണ്ട്. അതായത് നമുക്ക് എല്ലാ എക്സ്പീരിയൻസസും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഓക്കെ നമ്മളെ പഠിപ്പിക്കാനാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിപ്പോൾ നമ്മളതിനെ പേടിച്ച് ജീവിക്കാൻ എപ്പോഴും സാധിക്കില്ല. ഒരു പേടി ഉണ്ടാവും, ശരിയാണ്, നമ്മുടെയൊക്കെ മനസ്സിൽ ആ ഒരു പേടി കയറും. പക്ഷെ അതിനെ സ്ലോലി നമ്മൾ മെല്ലെ അതിൽ നിന്ന് വിട്ടുവരാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടിയും ആർക്കേഞ്ചൽ മൈക്കൽ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഏഞ്ചൽസിനൊക്കെ വിശ്വസിക്കുന്നവർ, നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കലിനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കോഡ്സ് നമ്മളിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് കളയാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, കോഡ് കട്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, കോഡ് കട്ടിങ്, ചക്ര ബാലൻസിങ്, ഇത് 2 കാര്യങ്ങൾ നിങ്ങൾ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ അറിയില്ല, അതുകൊണ്ടാണ്. എനിക്കറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ എനിക്കറിയില്ല. ഐ എം സോറി. ഓക്കെ, ബട്ട് കോഡ് കട്ടിങ് ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ചക്ര ബാലൻസിങ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, 7 ചക്രയുടെ ബാലൻസിങ് നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടംപോലെ യൂട്യൂബിൽ വീഡിയോസ് കിട്ടും, ഏതെങ്കിലുമൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, സോ എന്തായാലും ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്ന്. വേറെ നല്ല മെയിൻലി പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേടികൾ ഒന്ന് മാറ്റി വരുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ പുതിയ വഴികൾ ഓപ്പൺ ആവും എന്നാണ്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.